ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന എൻ്റെ സീരീസിൻ്റെ 4ാം ഭാഗത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പാർട്ട് 3ൻ്റെ ഒരു ഫാസ്റ്റ് ഫോർവേഡാണ്. അപ്പോൾ പാർട്ട് 3 കാണാത്തവർ കാണുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹലോ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് കൊല്ലം റെസിഡൻസി. ഇത് പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണത്തിലായിരുന്നല്ലോ തിരുവിതാംകൂർ. പക്ഷേ അപ്പോൾ അത് മേൽനോട്ടം വഹിക്കാൻ ഒരു റെസിഡൻറ്റ് ഉണ്ടാവുമായിരുന്നു. ആ റെസിഡൻറ്റ് താമസിച്ചിരുന്ന ബംഗ്ലാവാണിത് റെസിഡൻസി. അതിൻ്റെ മുകളിൽ അവരുടെ പഴയ കാലത്ത് ഒരു സിമ്പിളൊക്കെ ഉണ്ട്, ബ്രിട്ടീഷ് രാജിൻ്റെ. അത് ബ്രിട്ടീഷ് രാജിൻ്റെ എംബ്ലമാണ്. നമ്മളെ 10-300-400 വർഷം ഇടയ്ക്കുള്ള ബ്രിട്ടീഷ് രാജിൻ്റെ എംബ്ലം. ഈ സ്ഥലം പല സിനിമയിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ അവരെന്തോ പുതുക്കിപ്പണിയാണ്, അതിൻ്റെ റെനോവേഷനാണ്. ടൈൽസൊക്കെ മാറ്റിയിരിക്കുന്നത്. ഉള്ളിലും എല്ലാം പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഉള്ളിലൊക്കെ കയറി ഷൂട്ട് ചെയ്യാമായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് റെസിഡൻസിയുടെ പുറകിലായിട്ടുള്ള അഡ്വഞ്ചർ പാർക്കിലാണ്. അവിടെ വെച്ചിരിക്കുന്ന വരാൻ പോകുന്ന ഒരു ആക്ടിവിറ്റിയുടെ പരസ്യ ബോർഡാണത്. വിൻ്റർ സ്പ്ലാഷ് ജനുവരിയിൽ തുടങ്ങുന്നു. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് അഡ്വഞ്ചർ പാർക്കിൻ്റെ എൻട്രൻസ് ഗേറ്റ്. ടിക്കറ്റ് കൗണ്ടറാണത്. ആൾക്കാർ പോകട്ടെ, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. ഇവിടെ ഒരു ബോർഡുണ്ട് സന്ദർശകരുടെ ശ്രദ്ധക്ക്. അവിടെ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അഡ്വഞ്ചർ പാർക്കിലേക്ക് കയറി നോക്കാം. ഇവിടെ എന്താ ഉള്ളത് നോക്കാം. എൻട്രൻസിനകത്ത് എത്തി. 24 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്, അഡൾട്ട്. Neat and tidy place. On my own, the sheets are covered in your scent. Really tried to fall asleep, but I can't understand. Though we both felt kinda lonely, I still always thought you loved me. When I tried to let it go, the sheets are covered in your scent. I guess I saw it coming, yet it took me by surprise. Oh, but if there's nothing left to cry for, then I will just crack a smile. Oh, oh. Every
the start. Guess I knew it, just ignored it. I let go of your cold hand. We were riding through the woods with our bikes. We got scared. വളരെ നല്ലൊരു പാർക്കാണ്. At night, 'cause everyone was missing safety lights. So we tried to use the കൊല്ലം ടൗണിനകത്തുള്ള തിരക്കും പുകയും പൊടിയും എല്ലാം ത്തിൽ നിന്നും ഒരു മോചനം കിട്ടുന്ന സ്ഥലമാണ് ഇത്. അത് കാരണം ആൾക്കാർ ഇവിടെ വന്ന് വിശ്രമിക്കാറുണ്ട്. കൊല്ലത്തിൻ്റെ ഉൾനാടുകളിൽ നിന്ന് പോലും ആൾക്കാർ ടൗണിൽ വരുന്നവർ ഇവിടെ വന്ന് വിശ്രമിക്കും. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, ഇരിക്കാൻ ഇഷ്ടമാതിരി ഇരിപ്പിടങ്ങൾ, കായലിലേക്ക് തള്ളി നിൽക്കുന്ന തരത്തിലുള്ള ഇരിപ്പിടങ്ങൾ. ആധുനിക രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ശില്പം. ഒരാൾ തലയ്ക്ക് കൈ കൊടുത്ത് കിടക്കുന്നു. അയാളുടെ മുട്ടിലിരിക്കുന്ന ഒരു പക്ഷി. ഈ ശില്പം ആര് ചെയ്തതാണെന്ന് ഇവിടെ കാണുന്നില്ല. പബ്ലിക്കിന് വേണ്ടി ഇവിടെ ഒരു ഔട്ട്ഡോർ ജിം പണിതിട്ടുണ്ട്. അതിൽ പലതരം എക്സസൈസിങ് മെഷീൻസ് ഉണ്ട്. എല്ലാം ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് കാരണം മഴയും വെയിലൊന്നും കൊണ്ടാൽ കേടുവരില്ല. സാധാരണ ജിമ്മിലെല്ലാം ഉള്ള മാതിരിയല്ല, പക്ഷേ എന്നാൽ ഇതും വളരെ ഫലപ്രദമാണ്. ഇവിടെ NCCക്കാരും ആർമിയെല്ലാം ഉപയോഗിക്കുന്ന മാതിരിയുള്ള ഒബ്സ്റ്റക്കിൾ കോഴ്സിലുള്ള ഒരു വാൾ, നെറ്റ് ക്ലൈംബ് എല്ലാം ഉണ്ട്. ഈ കാണുന്നത് വാട്ടർ സ്പോർട്സിൻ്റെ ഏരിയയാണ്. നമുക്ക് അവിടെ പോയി നോക്കാം. അഡ്വഞ്ചർ സ്പോർട്സിൻ്റെ ഏരിയയാണ്. കയാക്ക് ഇവിടെ കിടക്കുന്നു. ലൈഫ് ജാക്കറ്റ്സ് ആണ് ഈ കിടക്കുന്നത്, പല സൈസിലുള്ളവ. പാഡൽസ്. എവിടെ നിന്നാണ് അതിൻ്റെ ടിക്കറ്റ് എടുക്കുന്നത്? എങ്ങനെയാണ് റേറ്റ്? എങ്ങനെ ഒരാൾ അല്ല, അതെങ്ങനെയാണ് അത് ടിക്കറ്റ് എടുക്കുന്നത്? കാക്കിങ് എങ്ങനെ റേറ്റ്? 230. ഇപ്പോൾ നമ്മളൊരു ആക്ടിവിറ്റീസ് എല്ലാം കൂടെ 1062 4 ആക്ടിവിറ്റീസ് കാക്കിങ്, സ്പീഡ് ബോട്ട്, ബമ്പർ, ബേസിക് സ്കീ, 4 ആക്ടിവിറ്റീസ്. റൈഡ് ആണ്. ഓക്കെ. അത് ഇത് പോകും. ഒരു ഫ്ലോട്ടിംഗ് ജെട്ടിയാണ്. അവിടെ നിന്നാണ് ഈ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സിംഗിളിന് 236 ആണ്, ഡബിൾ കാക്കിന് 436 ആണ്. ഇവിടെ ഒരു പാക്കേജ് ഉണ്ട്. 4-5 ആക്ടിവിറ്റീസ് 1000 രൂപയ്ക്ക്, 1000 റുപ്പീസ്. ഇത് സ്പീഡ് ബോട്ട് റൈഡ് അല്ല. ഈ കാക്കിങ് എത്ര ടൈം? 4 കിലോമീറ്റർ. അതായത് ആ പാലയില്ലേ, ആ ബ്രിഡ്ജ് കഴിഞ്ഞ് ദേവള്ളിയുടെ അപ്പുറം വരെ പോയി. പിന്നെ ബമ്പറുണ്ട്. ഓ, അതെങ്ങനെ മറ്റേ വലിച്ചു കൊണ്ടുപോകും? അത് വണ്ടി
എല്ലാ സൈസിലുമുള്ള ലൈഫ് ജാക്കറ്റ് ഇവിടെ ഉണ്ട്. കൊച്ചു പിള്ളേർ മുതൽക്ക് മുതിർന്നവർക്ക് വരെയുള്ള സൈസിലുള്ള ലൈഫ് ജാക്കറ്റ് ഉണ്ട്. അതെല്ലാം അണിഞ്ഞിട്ടാണ് പോകുന്നത്. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ഇവിടെ പാലിക്കപ്പെടുന്നുണ്ട്. 지금 내 핸드폰에 비친 오니 모습에 나는 tripping 나는 tripping 야 콜라다 알콜 sipping 너의 피부색처럼 dripping 지금 내 핸드폰에 비친 오니 모습에 나는 tripping 나는 tripping ഇവിടെ കുറച്ച് പേർ ഈ ഔട്ട്ഡോർ ജിമ്മ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് പിള്ളേർ. അപ്പോൾ അവർ ചെയ്യുന്നതൊന്ന് കാണാം. ഹോളിൻ്റെ മുകളിൽ ഒരാൾ കയറി ഇരിപ്പുണ്ട്. ഇരുന്നിട്ട് വാട്സാപ്പ് നോക്കുകയാണെന്ന് തോന്നുന്നു. റോയിങ് മെഷീനൊക്കെ ഉണ്ട്. പലതരം മെഷീനുകളിലുണ്ട്. അത് പെഡലിംഗ് മെഷീനാണ്. അപ്പുറത്തിരിക്കുന്ന റോയിങ് മെഷീൻ, ബോട്ട് റോ ചെയ്യുന്ന മാതിരി ഉള്ള റോയിങ് മെഷീൻ. ഒരു മെഷീൻ ഞാനും ട്രൈ ചെയ്ത് നോക്കി. 아무리 그래도 취하면 곤란해 드링크에 피나콜라다 맘에 안 들어도 마지막 잔이야 잠시만 나가서 걷자 오늘이 아마도 여름의 마지막 밤이야 지나갈 따스함 조금은 가슴에 담고서 우리의 추억을 만들자 I'm so fucking honest 매일 감성적이야 왜 미리 너는 몰라 인스타 감성 따윈 아무것도 아니지 뻔한 이야기를 하려는 게 아니라 I just wanna talk about you 울리는 게 아니라 I love you 말하고 싶어서 love you 다시 한 번 더 love you 여름의 그 저녁에 내게 말해 ഉച്ച നേരമായതുകൊണ്ട് ഇവിടെ അധികം ആൾക്കാരില്ല. വൈകുന്നേരങ്ങളിൽ ഇവിടെ നല്ല റഷായിരിക്കും സാധാരണ രീതിയിൽ. ഇപ്പോൾ കോവിഡ് പ്രമാണിച്ച് കുറച്ച് നിയന്ത്രണങ്ങൾ ഉണ്ട്. ഇതാണ് ജനുവരിയിൽ തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ വിൻ്റർ സ്പ്ലാഷ് എന്ന പ്രോഗ്രാമിൻ്റെ പ്രൈസ് എല്ലാം കാണിക്കുന്ന ഇതാണ്. 4 ഐറ്റം അഡ്വഞ്ചർ ആക്ടിവിറ്റീസിന് 1062 രൂപ. അതിൽ കയാക്കിംഗ് വരും, വാട്ടർ സ്കീയിങ് വരും, സ്പീഡ് ബോട്ട് വരും. അങ്ങനെ 4 ഐറ്റം. ഒരെണ്ണം ബനാന റൈഡ്. അങ്ങനെ എല്ലാം കൂടി കൂട്ടി 1062. വേറെയും പല ഐറ്റംസും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു പ്രതിമ ഉണ്ട്. ഇത് ആരുടെ പ്രതിമയാണെന്ന് മനസ്സിലാവുന്നില്ല. രവീന്ദ്രനാഥ ടാഗോർ ആയിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കണ്ടിട്ട് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഛായയുണ്ട്. പാർക്കിൽ പല മരങ്ങളിലും ഊഞ്ഞാൽ കെട്ടിവെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പുറത്തേക്കുള്ള വഴിയിൽ നടക്കുകയാണ്. ഇതാണ് ശരിക്കും ഇവിടുത്തെ ബോട്ട് ജെട്ടി. ഇതിപ്പോൾ ഉപയോഗത്തിലില്ല എന്ന് തോന്നുന്നു. അത് കാരണം അവിടെ ഒരു ഫ്ലോട്ടിംഗ് ജെട്ടി ഉണ്ടാക്കിയിട്ടാണ് വാട്ടർ സ്പോർട്സ് ചെയ്യുന്നത്.
ഈ കാണുന്നത് സ്കേറ്റിംഗ് റിംഗ് ആണ്. റോളർ സ്കേറ്റ്സ് ചെയ്യാൻ വേണ്ടിയുള്ള സ്കേറ്റിംഗ് റിംഗ്. ഇവിടെ ബോട്ടുകൾ അറ്റകുറ്റപ്പണിക്കായി കയറ്റി വച്ചിരിക്കുന്നു. സ്പീഡ് ബോട്ട്സ്, പലതരം ബോട്ടുകൾ, പലതരം എഞ്ചിനുകൾ. അതാ സ്പീഡ് ബോട്ടിൽ പോയവർ തിരിച്ചു വരുന്നു. തേവള്ളി പാലം ആണ് അവിടെ കാണുന്നത്. തേവള്ളി പാലത്തിൻ്റെ അവിടുന്ന് ആ ബോട്ട് തിരിച്ചു വരുന്നു. ആ ബോട്ട് വരുന്നതിൻ്റെ പുറകിൽ കാണുന്നത് പുതിയ പാലം വരുന്നതിൻ്റെ പിയർ ക്യാപ്സ് ആണ്. അതിൻ്റെ മുകളിൽ ഗേർഡർ നിരത്തിയിട്ടാണ് പാലത്തിൻ്റെ ഡെക്ക് പണിയുക. Wanna get you right now, please take me like bomb. Heart gon' speed so God splash on my baby. Wanna get you 당장, 매일 했던 답에 Wanna leave cannon or dash on your flavor, splash on my brain. I dash on your flavor, game me so bad. You're such a slayer, splash on my brain. I dash on your flavor, game me so bad. You're such a slayer. സബ്സ്ക്രൈബ് ചെയ്യണം, ആരും മറക്കരുത്. താങ്ക് യു.